ഇന്ന് നമുക്ക് നല്ല സ്വാദോടുകൂടി ഒരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം. അടിപൊളി ടേസ്റ്റാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഏകദേശം 1 കിലോ കാണും. അത് നമുക്ക് ക്ലീൻ ചെയ്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് പൊടിയും ഇട്ട് വറ്റിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട. അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്ന് അത് വെന്തോളും. അപ്പോൾ അത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിൽ ഒരു കറിച്ചട്ടി വെച്ച് അതിലേക്ക് അത് നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് ഉള്ളി അരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചി, 2-3 കഷ്ണം പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് വേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് ഇത് കുറച്ച് ഗ്രേവിയുടെ ആവശ്യമുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരു സവാള ഞാൻ വളരെ നൈസായി അരിഞ്ഞ് അതിലേക്ക് ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ആണ് ഇതിൽ ഏറ്റവും ബെസ്റ്റ്. ഞാനിപ്പോൾ ചേർക്കുന്നത് സവാളയാണ്. വളരെ നൈസായാണ് അരിഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നന്നായിട്ട് സോഫ്റ്റ് ആകണം. ഇപ്പോൾ ഒന്ന് വാടിയിട്ടുള്ളൂ. ഇനി നമുക്കതിലേക്കൊരു കുറച്ച് തേങ്ങാക്കൊത്തും കുറച്ച് കശുവണ്ടിയും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തും കശുവണ്ടിയും ഈ ചെമ്മീൻ റോസ്റ്റിന് സൂപ്പർ ടേസ്റ്റാണ് കിട്ടുന്നത്. അത് ചേർക്കാതിരിക്കരുത്. അത് നല്ല സ്വാദാണ്. അപ്പോൾ നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഇത്രയും വഴറ്റിയാൽ മതി. അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് ചതച്ചതും കൂടി ചേർക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചതും കൂടി ചേർക്കാം. നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വഴറ്റുക. നന്നായി വഴറ്റിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ തുറന്ന് നോക്കാം. തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ഗ്രേവിയാണ് തയ്യാറാക്കേണ്ടത്. അതുകൊണ്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളവും കൂടി അതിനകത്ത് ചേർത്താലേ ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാവുകയുള്ളൂ. അതിനുവേണ്ടി നമുക്കൊരു 2 ടേബിൾ സ്പൂൺ തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർക്കരുത്, തിളച്ച വെള്ളം തന്നെ ചേർക്കണം. ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി ഇനി അതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചെമ്മീൻ എടുത്ത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് യോജിപ്പിക്കണം. ചെമ്മീനിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഗ്രേവിയിൽ നമ്മൾ ഉപ്പിട്ടു. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കണം. ഇനി കുറച്ച് നേരം ഇതുപോലെ നല്ലവണ്ണം അമർത്തി വെച്ച് ഒരു 2-3 മിനിറ്റും കൂടി സ്റ്റൗ സിമ്മിൽ വെച്ച് വേവിച്ചെടുക്കണം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കുമ്പോൾ ഈ പാകത്തിനായിട്ടുണ്ട്. ഏകദേശം തിക്ക് ഗ്രേവി ആയിട്ടുണ്ട്.
നല്ല അടിപൊളി സ്വാദാണ് ഈ കറിയും കൂട്ടി ചോറുണ്ണാൻ. ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും ഇത് പോകും. നല്ല സ്വാദുള്ളൊരു കറിയാണ് ചെമ്മീൻ റോസ്റ്റ്. അത് തേങ്ങാക്കൊത്തും കശുവണ്ടിയും എല്ലാം കൂടി യോജിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ റോസ്റ്റ് തയ്യാറായി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നമുക്ക് ഇത്തിരി നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. പിന്നെ സൂപ്പർ ടേസ്റ്റിൽ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം.